അപ്പൊ എല്ലാവർക്കും എന്റെ ഹാപ്പി ക്രിസ്മസ്. അപ്പൊ ഞങ്ങളുടെ ക്രിസ്മസ് സെലിബ്രേഷൻസ് എന്തൊക്കെയാന്ന് ഞാൻ കാണിച്ചത്. വലിയ സെലിബ്രേഷൻ ഒന്നുമില്ല, കാരണം നമുക്കിവിടെ ഇന്ന് ലുട്ടുമില്ല. ലുട്ടു നാട്ടിലേക്ക് പോയിരിക്കുകയാണ്, അമ്മമ്മയുടെ മുത്തച്ഛൻ്റെ അടുത്തേക്ക് പോയിരിക്കുകയാണ്. സോ അപ്പോ ഞങ്ങൾ മാത്രമാണ് ഉള്ളത്, ഞാനും അഗിയും അമ്മയും മാത്രമേ ഉള്ളൂ. അപ്പൊ ഞങ്ങളുടെ ഒരു ചെറിയ സെലിബ്രേഷൻസ് കാണിച്ചിടാന്ന് വിചാരിച്ചു. ഇന്ന് കുറച്ച് സ്പെഷ്യൽ ഐറ്റംസ് നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ അത് പിന്നെ ചെറിയ ചെറിയ സെലിബ്രേഷൻസ് കാണിച്ചിടാന്ന് വിചാരിച്ചു. എങ്ങനെയുണ്ട് എന്റെ ക്രിസ്മസ് ഔട്ട്ഫിറ്റ്? ഇത് റെഡ് അല്ല, ഇത് പിങ്ക് ആണ്. പക്ഷെ വീഡിയോയിൽ കാണുമ്പോൾ ചിലപ്പോൾ റെഡായിട്ട് തോന്നുന്നുണ്ടായിരിക്കും. അപ്പൊ നമുക്ക് കണ്ടാലോ. അപ്പൊ വൺസ് അഗെയിൻ എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ. അപ്പൊ ഇന്ന് ലഞ്ചിന് നമ്മള് പോർക്കും കൂർക്കയാണ് ഉണ്ടാക്കാന്ന് വിചാരിച്ചത്. അപ്പൊ അതിന്റെ ഒരു ചെറിയ റെസിപ്പി ഞാൻ കാണിച്ചു തരാം. ഞങ്ങൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? ഞങ്ങളല്ല, അമ്മയാണ് ഉണ്ടാക്കുന്നത്. എനിക്കിത് ഉണ്ടാക്കാൻ അറിയില്ല. ഞാൻ എൻ്റെ വീട്ടിൽ അങ്ങനെ അത് ഉണ്ടാക്കാറില്ല. പക്ഷെ ഇവിടെ ഞാൻ വന്നിട്ട് ഞാൻ കഴിച്ചിട്ടുണ്ട്. സൂപ്പറായിട്ടോ അത് ഉണ്ടാക്കിയത്, കഴിക്കാൻ അടിപൊളിയാണ്. അപ്പോൾ അതിന് റെസിപ്പി ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ആദ്യം പോർക്ക് ജസ്റ്റ് ഞങ്ങൾ കട്ട് ചെയ്തിട്ട് മഞ്ഞൾപ്പൊടി ഉപ്പിട്ട് വേവിച്ച് വെച്ചതാണ് കേട്ടോ അത്. എന്നിട്ട് ആ വേവിച്ച വെള്ളം കളഞ്ഞിട്ട് അതിലേക്ക് രണ്ടാമത് ആ വേവിച്ചതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടി അമ്മ ഒന്ന് സെറ്റാക്കി എടുത്തു. കാരണം പോർക്ക് നല്ല ക്ലീൻ ആവാനും പിന്നെ അതൊന്ന് വേവാനും ചൂടുവെള്ളം ഒഴിച്ചിട്ട് അതൊന്നും കൂടി ആദ്യം നമ്മൾ വേവിച്ച് വെച്ച് രണ്ടാമതാണ് കേട്ടോ പിന്നെയും ഒന്നും കൂടി ഒന്ന് ചൂടുവെള്ളം ഒഴിച്ചിട്ടാണ് അതിനൊന്ന് സെറ്റാക്കി. ഇനി ഈ ചൂടുവെള്ളം കളഞ്ഞു കേട്ടോ, അത് നന്നായിട്ട് ഡ്രെയിൻ ചെയ്തു എടുത്തിട്ട് ഒരു കുക്കറിലേക്ക് കുറച്ച് തക്കാളി, പിന്നെ നമ്മൾ ഈ സെറ്റാക്കി വെച്ച പോർക്കില്ലേ ജസ്റ്റ് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ഇട്ടിട്ട് വേവിച്ചതാണ് അതിൽ. എന്നിട്ട് അതിലേക്ക് ഈ തക്കാളി, ഈ പോർക്ക്, പിന്നെ കറിവേപ്പിൻ്റെ അല്ല, ഇത്രയും മാത്രമേ അതിൽ, പിന്നെ കുരുമുളക് പൊടി ഇടും കേട്ടോ. ഇത്രയും മാത്രമേ അതിൽ ഇട്ടിട്ടുള്ളൂ. എന്നിട്ട് അത് ഒന്നുകൂടിയും ഒരു വിസിലടുപ്പിക്കും. ആദ്യം വേവിക്കുമ്പോൾ ഒരു വിസിലടുപ്പിച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ ഒന്നുകൂടിയും ഒരു വിസിലടുപ്പിക്കും. ആ നേരത്ത് നമ്മൾ കൂർക്ക സെറ്റാക്കി വെച്ച് കൂർക്ക വൃത്തിയാക്കി, നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച കൂർക്ക കുഞ്ഞു കുഞ്ഞു പീസസ് ആയിട്ട് അരിഞ്ഞിട്ട് നമ്മൾ സാധാ കൂർക്കുപ്പേരി വെക്കില്ലേ അതുപോലെ തന്നെയാണ് കേട്ടോ വെച്ചിട്ടുള്ളത് അമ്മ. എന്നിട്ട് രണ്ടും ഒരു വിസിൽ വരണ വരെ നമ്മളൊന്ന് കുക്കറിലിട്ട് അടുപ്പിച്ചിട്ടെടുക്കണം. അപ്പോൾ അമ്മ നോക്കുകയാണ് കുക്കറിലേക്ക്. ഇങ്ങനെ നോക്കിയിരിക്കണം, കാരണം കൂടുതലായി കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് വെന്ത് കുഴഞ്ഞു പോവും. അപ്പം രണ്ടും അതും കൂടി സെറ്റാക്കാൻ വെച്ചു. നമ്മുടെ രണ്ട് കുക്കറിലും പോർക്കും, ഒരു കുക്കറിൽ പോർക്ക് ഒരു കുക്കറിൽ കൂർക്ക, അങ്ങനെ സെറ്റാക്കി വെച്ചു. അങ്ങനെ ഒരു വിസിൽ വന്നതിന് ശേഷം നമ്മൾ കൂർക്ക പെട്ടെന്ന് ഇതായി വന്നപ്പോൾ നമ്മൾ കൂർക്ക സാധാ ഉപ്പേരി വെക്കുന്നത് പോലെ കുറച്ച് ഉള്ളിയും വെളുത്തുള്ളിയും കൂടി ചതച്ചിട്ട് അതിലേക്ക് ഈ കൂർക്ക വെന്ത കൂർക്ക തട്ടുക, പിന്നെ ഉപ്പിടുക, നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് ഉപ്പിടുക. ഞാനത് ജസ്റ്റ് ആ ടൈമിൽ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ അമ്മ പെട്ടെന്ന് ചെയ്യുകയും ചെയ്തു. അപ്പോൾ അതാണ് ജസ്റ്റ് സാധാരണ നിങ്ങൾ കൂർക്കുപ്പേരി ഉണ്ടാക്കുന്നത് പോലെ തന്നെയാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. വെളുത്തുള്ളി ഉള്ളിയും ചതച്ചിട്ട് അതിലേക്ക് നമ്മുടെ കൂർക്ക വേവിച്ച് തട്ടുന്നു, പിന്നെ അതിലേക്ക് വേണ്ട പൊടികളിടും. അത്രയേ ഉള്ളൂ. അപ്പോഴേക്ക് നമ്മുടെ പോർക്ക് വിസിലൊക്കെ വന്ന് സെറ്റായിരിക്കുന്നുണ്ട്, കണ്ടില്ലേ. അപ്പോൾ നമ്മളൊന്ന് വെന്തോ നോക്കിയിട്ട് ഒരു വിസിലാണ് വന്നത്. അപ്പോഴേക്കും അത് സെറ്റായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് സെറ്റായി. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു മസാല സെറ്റാക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് കുറച്ച് വെളുത്തുള്ളി, പിന്നെ കറിവേപ്പിൻ്റെ ഇല ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റുക. ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആവുന്നത് വരെ, അതിൻ്റെ ആ ഒരു പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം അതിലേക്ക് ഒണിയൻസില്ലേ, വലിയ ഉള്ളിയാണ്, സവോളയാണ്, അത് അതിലേക്ക് തട്ടുക. അതും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഈ ബാക്ക്ഗ്രൗണ്ടിൽ പാത്രങ്ങളൊക്കെ കുറേ കാണുന്നുണ്ടായിരിക്കുന്നത്. നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ അങ്ങനെയാണല്ലോ, ചുറ്റും പാത്രങ്ങളുണ്ടാവും. അപ്പോൾ അതൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ബാക്ക് ടു കുക്കിംഗ്. നമ്മൾ ഈ സവോള നന്നായിട്ടൊന്ന് വഴറ്റുക. ഇതെല്ലാം കൂടി വഴറ്റുമ്പോൾ അതിൻ്റെ ആ ഒരു റോ സ്മെല്ല് മാറുന്നത് വരെയാണ് വഴറ്റേണ്ടത്. അപ്പോൾ നന്നായിട്ട് വഴറ്റുക. എന്നിട്ട് അത് മാറുന്ന സമയത്ത് അതിലേക്ക് ഉപ്പിടുക. നമ്മുടെ സവോള പെട്ടെന്ന് വഴണ്ട് കിട്ടാനൊക്കെ ഉപ്പില്ല, അപ്പം നമ്മൾ ഉപ്പിടുക. ആക്ച്വലി ഞാനിത് അമ്മ ചെയ്യുന്നതനുസരിച്ച് വോയിസ് ഓവർ കൊടുക്കുന്നതേ ഉള്ളൂ. അമ്മയാണ് എല്ലാം ചെയ്യുന്നത്, എനിക്കിതിന് വലിയ പരിജ്ഞാനമില്ല. പക്ഷേ നല്ല രസമാണ് അമ്മ ചെയ്ത് കണ്ടുകൊണ്ടിരിക്കാൻ. അപ്പോൾ അമ്മ ഓരോന്ന് ചെയ്യുമ്പോഴെന്നോട് എടുക്ക് വീഡിയോ എടുക്കുക എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പം ഞാനെന്നാ ഓക്കെ, വീഡിയോ ഒക്കെ കറക്റ്റായിട്ട് അമ്മയ്ക്ക് ഇഷ്ടമാണ് ഇതൊക്കെ കാണാനും ചെയ്യാനും. പിന്നെ അതിലേക്ക് ചില്ലി ഫ്ലേക്സ് ഇല്ലേ, കുത്തുമുളക്, അതിട്ട് കൊടുക്കുക. അത് അത്യാവശ്യം ഇവിടെ എല്ലാവർക്കും നല്ല എരിവ് വേണം. എനിക്കൊഴിച്ച് അമ്മയ്ക്കും എരിവ് വേണം, അകിക്കും എരിവ് വേണം. അപ്പോൾ അത് കുറച്ചധികം ഇടുക. നിങ്ങളുടെ പാകത്തിനനുസരിച്ച് നിങ്ങൾക്ക് എരിവിടാം. എന്നിട്ട് നന്നായിട്ട് അതും കൂടി ചേർത്ത് നന്നായിട്ട്
വഴറ്റിയെടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർക്കണം. ആദ്യം മല്ലിപ്പൊടിയാണ് ചേർക്കുന്നത്. മല്ലിപ്പൊടി നന്നായിട്ട് ചേർത്തിട്ട് അതിലേക്ക് 2 ടീസ്പൂണാണ് മല്ലിപ്പൊടി ചേർത്തിരിക്കുന്നത്. അതേപോലെ തന്നെ നമ്മൾ മുളക് പൊടിയും അമ്മ ഒരു കണക്കനുസരിച്ചിട്ടാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ 2 ടീസ്പൂണോളം വരും എന്തായാലും മുളക് പൊടിയും ചേർക്കുക. പിന്നെ കുരുമുളക് പൊടിയും ഇതിലേക്ക് ആഡ് ചെയ്യുക. നല്ല എരിവ് ഇഷ്ടമുള്ള കാരണമാണ് നമ്മളെല്ലാം ഇതിലേക്ക് ചേർക്കുക. അപ്പോൾ കുരുമുളക് പൊടി ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എരിവിനനുസരിച്ച് നിങ്ങൾ ചേർത്താൽ മതി കേട്ടോ. എന്നിട്ട് കുരുമുളക് പൊടി, പിന്നെ ഇത് ഗരം മസാല പൗഡറാണ്. അമ്മ ഉണ്ടാക്കുന്ന പൗഡറാണ്. നമുക്ക് അമ്മ പറഞ്ഞത് ചിക്കൻ മസാല വേണമെങ്കിൽ ഉപയോഗിക്കാം എന്നാണ്, അല്ലെങ്കിൽ ഗരം മസാല പൗഡർ രണ്ടാണെങ്കിലും യൂസ് ചെയ്യാം. അമ്മ ഉണ്ടാക്കി കൊണ്ടുവന്ന പൗഡറാണ് അമ്മ ഇട്ടിരിക്കുന്നത്. നല്ല ടേസ്റ്റുള്ള, അതായത് ഇത് നല്ല മണമാണ് കേട്ടോ. ഈ ഒരു പൗഡർ നല്ല ഇട്ട് കഴിഞ്ഞാൽ നല്ല മസാലയ്ക്കൊക്കെ നല്ല സ്മെല്ല് വരും. അങ്ങനെ നന്നായിട്ട് ആ മസാല നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള പോർക്ക് ഒരു 2 മിനിറ്റ്സ് ആ മസാലയിൽ കിടന്ന് ഒന്ന് വേവണം. എന്നിട്ട് അത് നന്നായിട്ട് എല്ലായിടത്തും ഒന്ന് മസാല പിടിച്ചതിന് ശേഷം മാത്രമാണ് നമ്മൾ നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള കൂർക്കയില്ലേ അതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ അതിൽ ആദ്യം മസാല പോർക്കിൽ നന്നായിട്ട് പിടിപ്പിക്കണം. അത് അടച്ച് വെച്ചിട്ട് 2 മിനിറ്റ് വേവിച്ചതിന് ശേഷം എന്നിട്ട് അതിലേക്ക് നമ്മൾ ആദ്യം ഉപ്പേരി പോലെ സെറ്റാക്കി വെച്ചിരിക്കുന്ന കൂർക്ക ഇട്ട് കൊടുക്കുക. കൂർക്ക നന്നായിട്ട് അത് നമ്മൾ കുക്കറിലിട്ടിട്ട് വേവിച്ചതാണല്ലോ, പിന്നെ ഒരുപാട് വേവണ്ട, അപ്പോൾ ഉടഞ്ഞു പോവും. അപ്പം രണ്ടും ആദ്യം വേവിച്ച കാരണം ഇനി ഇത് രണ്ടും കൂടി മിക്സ് ചെയ്താൽ മതി. ഇതിലെല്ലാണ്ടിലും നമ്മൾ ഓൾറെഡി മസാലകളെല്ലാം ഇട്ടതാണ്. അതുകൊണ്ട് ഇനി ഇതിൽ എക്സ്ട്രാ എന്ന് പറഞ്ഞാൽ ഉപ്പൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക, എരിവൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഉപ്പ് മാത്രമായിരിക്കും ഒന്ന് ചെക്ക് ചെയ്തിടേണ്ട ആവശ്യം. അത് കൂർക്കയിലും പോർക്കിലും നമ്മൾ ഇട്ടിട്ടുള്ള കാരണം അത് കൂടുതലൊന്നും ഉണ്ടായിരുന്നില്ല, കുറവുണ്ടായിരുന്നില്ല, കൂടുതലും ഉണ്ടായിരുന്നില്ല. ഒക്കെ കറക്റ്റ് ആയിരുന്നു കേട്ടോ. കാണുമ്പോൾ നല്ലൊരു സാധനം വന്നില്ലേ, എനിക്കും വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അത് അടച്ച് വെച്ചിട്ട് സെറ്റാക്കി എടുത്തു. ഇനി ഇത് നമ്മുടെ പോർക്ക് കൂർക്കി ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിത് കൂട്ടിയൊരു പിടിക്കണം. അതിനാദ്യം ഇതൊന്നുകൂടി ഒന്ന് സെറ്റാവാൻ വേണ്ടിയിട്ട് ഒരു 10 മിനിറ്റും കൂടി വെച്ചതിന് ശേഷം മാത്രം നമുക്ക് ഇത് കഴിച്ചു നോക്കാം. അപ്പോൾ ഒരു സൈഡിൽ കൂർക്ക സെറ്റായി. അപ്പം നമ്മൾ അടുത്ത സൈഡിൽ കുറച്ച് പപ്പടം കാച്ചാന്ന് വിചാരിച്ചു. അപ്പോൾ 2 പപ്പടം നല്ല കളറായിട്ടുണ്ട്. കുറച്ചധികം വേണ്ടി വരും. നല്ല സൂപ്പർ വൈൻ്റെ കളറായിട്ട് നല്ല സ്മെല്ല് വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ 3 ഗ്ലാസ്സില് കുറേശ്ശെ എടുത്തിട്ടുള്ളൂ. എങ്ങനെയുണ്ടെന്ന് നോക്കാം. അങ്ങനെ 3 ഗ്ലാസ്സിൽ വൈൻ സെറ്റ് ആക്കിയിട്ട് പിന്നെ നമ്മളൊരു കേക്ക്, പ്ലം കേക്കാണ്, അടിപൊളി പ്ലം കേക്ക്, ഇത് ബെറി ആൻഡ് കമ്പനിയുടെ. വൈൻ അമ്മയ്ക്ക് കൊടുക്കാം. സൂപ്പർ. കുട്ടൂനൊരു ഗ്ലാസ് വൈൻ നമ്മളവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ക്യാമറമാനൊന്നും ആയതുകൊണ്ട് കുട്ടിപ്പെടുക്കുന്നില്ല. അപ്പം നമുക്ക് നമ്മുടെ പോർക്കും കൂർക്കയൊക്കെ സെറ്റായി. നമ്മളെ ഫുഡ് കഴിക്കാം. അഗിയും അമ്മയൊക്കെ ഫുഡ് കഴിക്കാനിരുന്നു. അപ്പൊ നമുക്ക് ഫുഡ് കഴിച്ചാലോ?
അപ്പോൾ പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടി ഫുഡ് കഴിച്ചു. ക്യാമറയുടെ പൊസിഷൻ വെച്ചത് കറക്റ്റായിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് കറക്റ്റായിട്ട് കിട്ടിയില്ല. എന്നാലും അടിപൊളിയായിരുന്നു. പോർക്കും കൂർക്കയും പപ്പടവും അച്ചാറൊക്കെ ആയിട്ട്. ഒരുപാടൊന്നും വിഭവങ്ങൾ ഉണ്ടായില്ല, നമുക്ക് ഏതെങ്കിലും ഒരു ഐറ്റം മതിയല്ലോ അടിപൊളിയാക്കാനായിട്ട്. അപ്പോൾ ഞങ്ങളുടെ ക്രിസ്മസ് സെലിബ്രേഷൻസ് ഏകദേശം ഇത്രയൊക്കെ ഉള്ളൂ. ഇത് കഴിഞ്ഞിട്ട് ലുട്ടും ഇല്ലാത്തത് കൊണ്ടും അപർണ ഇല്ല, എല്ലാവരും ഇല്ലാത്തത് കൊണ്ട് അധികം അങ്ങോട്ട് ആഘോഷിക്കാനുള്ള മൂടുണ്ടായില്ല. Happy Christmas. Merry Christmas. മെറി ക്രിസ്മസ്. ലിയോ ലിയോ അവന് വിട്ട് അങ്ങോട്ട് നോക്കട്ടെ. അവൻ ലിയോ ലിയോ ലിയോ. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. എല്ലാവരും അടിപൊളിയായിട്ട് ക്രിസ്മസ് ആഘോഷിക്കുക. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.